ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ലൈവിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നത് ബിഗ് ബോസ് വീട്ടിലുണ്ടായ അനീതിയെക്കുറിച്ചാണ്. ശൈത്യയും ആദിലയും നൂറയും അവരുടെ ടീം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. എന്നിട്ടും അർഹിക്കുന്ന ഒരു സ്ഥാനം അവർക്ക് കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ ആദില അടക്കം എല്ലാവരും എല്ലായിടത്തും ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ മോശമായി പോയെന്ന് അവർ പറയുന്നു. അതേസമയത്ത് രേണു സുധി അവരോട് പറഞ്ഞത് ഇത് നിങ്ങളുടെ ഗെയിമായിട്ട് കണ്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുധി പോലും കൈ പൊക്കിയില്ല എന്നാണ് ആദിലയും നൂറയും പറയുന്നത്. എന്നിട്ട് ആദില ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ചേച്ചി പറഞ്ഞത് ഞാൻ ഒരാൾ മാത്രം കൈ പൊക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്കിടും എന്നാണ് രേണു സുധി പറഞ്ഞത് എന്നാണ് ആദില പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 6 പേരാണ് ജഡ്ജസ്. ഇവരിൽ 2 പേരാണ് പുറത്തു പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും അവിടെ കൃത്യമായിട്ട് ജഡ്ജ്മെന്റിന് വേണ്ടി ശ്രമിക്കുമോ അതോ അവരവരെ നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുമോ? ആരെയും കുറ്റം പറയാൻ ഈ കാര്യത്തിൽ പറ്റില്ല. കാണുന്ന നമുക്ക് അനീതിയായിട്ട് തോന്നും, ശരി തന്നെയാണ്, നമ്മൾ അത് ജഡ്ജ് ചെയ്യുമ്പോൾ അനീതിയായിട്ടൊക്കെ പല കാര്യങ്ങളും തോന്നാം. പക്ഷെ നമ്മൾ അവരുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാൽ ഇവർക്ക് 6 പേർക്കും അവിടെ നിന്നേ പറ്റൂ. 2 പേര് പക്ഷെ പുറത്തു പോകും. ഇവരല്ല പോയി പെർഫോം ചെയ്യുന്നത്, ഇവർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത് വേറെ 2 പേരാണ്. അവർ നന്നായി കളിച്ചാലും മോശമായി കളിച്ചാലും ജഡ്ജ്മെന്റ് ചെയ്യുന്നത് ഇവരായതുകൊണ്ട് അവരവർക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ നന്നായി പെർഫോം ചെയ്തു അതിനർഹിക്കുന്ന സ്ഥാനം കൊടുത്തേക്കാം എന്നൊന്നും ഈ സമയത്ത് ആരും ചിന്തിക്കില്ല. അവരവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം വരുമ്പോൾ എല്ലാ മനുഷ്യരും സ്വാർത്ഥരായിട്ട് മാറും. നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമല്ലേ ഇതൊക്കെ, പ്രതീക്ഷിച്ചാൽ മതിയെന്നേ. ഇവിടെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന എല്ലാവരും മഹാത്മാഗാന്ധിയോ മഹാന്മാരോ ഒന്നും അല്ല, സാധാരണക്കാരായ മനുഷ്യരാണ്. അവരവർക്ക് അവരവരെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ഇനി അഥവാ ചിന്തിച്ചാലും സ്വന്തം കാര്യം സേഫ് ആക്കിയിട്ടേ എല്ലാവരും ചിന്തിക്കൂ. അല്ലാതെ സ്വന്തം ജീവിതം കൊണ്ട് കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പോയാൽ ജീവിതത്തിൽ തികഞ്ഞ പരാജയമായിട്ട് മാറും. ഇവിടെ രേണു സുധി ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികൾ ചെയ്യുന്നതിനെയോ നമുക്ക് അതുകൊണ്ട് തെറ്റു പറയാൻ പറ്റില്ല. ഈ ഒരു ടാസ്കിൽ അവരവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് മാത്രമാണ് അവരുടെ മുമ്പിലെ ഏക വഴിയെന്ന് പറയുന്നത്. അത് അവർ ചെയ്തു. പക്ഷേ അനീഷിന്റെ ടീം നന്നായി കളിച്ചു എന്നതിൽ വലിയ തർക്കമൊന്നുമില്ല. 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ അർഹിക്കുന്നോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിലില്ല. എന്നിരുന്നാലും 3ഓ 4ഓ സ്ഥാനത്തേക്ക് എത്താമായിരുന്നു. അതുപോലും കിട്ടാത്തതിന്റെ ഒരു നീരസമാണ് അതിൽ ആ ടീമിന്റെ ഭാഗമായിരുന്ന ആദിലയും നൂറയും ശൈത്യയും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.